ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ LDCയുടെ രണ്ടാം ഘട്ട എക്സാമും കഴിഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എല്ലാവരും കണ്ടു കാണും. കുറച്ചും കൂടെ സ്റ്റേറ്റ്മെന്റ് ലെവലും അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡുള്ള ലെവലൊക്കെ ആയിരുന്നു ക്വസ്റ്റ്യൻസ്. അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ നോക്കുന്നവർക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ സാധിക്കും. കൂടുതലും കുറച്ചും കൂടെ NCERT ടെക്സ്റ്റ് ഒക്കെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലായിട്ട് കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഒപ്പം ഇനി ഉള്ള LDC എക്സാമിനും അതുപോലെ മറ്റ് എക്സാംസിനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് കൂടുതലായിട്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും അത്യാവശ്യം ടഫ് തന്നെയായിരുന്നു, ഫസ്റ്റിലത്തെയും സെക്കൻഡിലത്തെയും ഒക്കെ. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഡിസ്കഷൻ പിന്നീട് ഇടുന്നതായിരിക്കും കേട്ടോ ഇതേപോലെ. അപ്പോൾ അതിൻ്റെ ഏരിയാസിൽ നിന്ന് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളത്, എക്കണോമിയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മുൻപ് ടെസ്റ്റ് സീരീസിൽ കണ്ട പല ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ചോദ്യം നോക്കാം. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? വകുപ്പ് 51A ഇവ പ്രതിപാദിക്കുന്നു. ഭാഗം 3A ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 12 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. നമുക്കറിയാം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ്, ബാക്കി രണ്ടും തെറ്റാണ്. പക്ഷെ നമുക്ക് ഓപ്ഷൻസിൽ 1 ഓൺലി എന്നുള്ള തരാത്തതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആവുകയുള്ളൂ കേട്ടോ. പക്ഷെ നമുക്കറിയാവുന്നൊരു ആൻസർ ആയിരുന്നു അല്ലേ. ഭാഗം 3A 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് നോക്കാം അല്ലേ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ 42ാം ഭേദഗതിയിലൂടെയാണ് 1976 42nd അമെൻമെന്റിലൂടെ തന്നെയാണ് ഇത് വരുന്നത്. ആ വരുന്ന നിലവിൽ, അതായത് ആ ഒരു 42nd അമെൻമെന്റിലൂടെ വരുന്ന സമയത്ത് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിട്ട് അത് നിലവിൽ വരുന്നത് എന്നാണ്? നിലവിൽ വരുന്നത് 1977 ജാനുവരി 3-നാണ്. ഓക്കെ, ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, ഇത് നിലവിൽ വരുന്നത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. ജാനുവരി 3, 1977 ഇത് നിലവിൽ വരുന്നത്. പിന്നീട് ഇതിലെ 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് വരുന്നത് 86th അമെൻമെന്റിലൂടെയാണ്. ഓക്കെ, 86th അമെൻമെന്റ് എന്നാണ് 2002 86. ഓക്കെ, 2002 വന്ന 86ാം ഭേദഗതിയിലൂടെയാണ് എന്താണ് 11ാമത്തെ മൗലിക കടമയായിട്ടുള്ള ഓരോ രക്ഷിതാവും 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ള ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ചെയ്യപ്പെടുന്നത്. സോ അങ്ങനെ നിലവിൽ എന്തായി 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയി വരുന്നു. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, സ്വരൻ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത്. നിലവിൽ വരുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയും അതുപോലെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ്. പിന്നെന്താണ്, ഇതൊരിക്കലും ജസ്റ്റീഷ്യബിൾ അല്ല. അതായത് നമ്മളെങ്ങനെ പറയാം, ജസ്റ്റീഷ്യബിൾ അല്ല എന്നുള്ളതിന് നീതിന്യായ, അതായത് ജസ്റ്റീഷ്യബിൾ അല്ല മീൻസ് എന്താണ്, നമുക്ക് ഒരു കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. ഓക്കെ, ന്യായവാദത്തിന് അർഹമല്ല എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അറിയാം. ഇത് അബ്സല്യൂട്ട് അല്ല, അതുപോലെ തന്നെ അമെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ളത് എന്താണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേപോലെ ഒരു ചോദ്യമുണ്ട്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദ്യം പ്രതീക്ഷിക്കാം കേട്ടോ. ഇനിയും അങ്ങോട്ടുള്ളതിൽ ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ അതിൽ നിന്നൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കി, ഇതിൽ ചോദ്യം നോക്കാം. സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. അപ്പോൾ ഈ സംഭവങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ SCRT ടെക്സ്റ്റിൽ കാണാൻ സാധിക്കില്ല കേട്ടോ. ഇതൊക്കെ NCERT ഇതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, നമുക്ക് ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തെറ്റാണ്. അതായത് നമ്മൾ കമ്മിറ്റീസ് നോക്കുകയാണെങ്കിൽ 8 മേജർ കമ്മിറ്റീസും അതുപോലെ തന്നെ 14 മൈനർ കമ്മിറ്റീസുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാവും അല്ലെ. 1 എന്നുള്ളത് പോകുന്നത് കൊണ്ട് തന്നെ ആൻസർ കിട്ടി. A ആണ് കറക്റ്റ് ആൻസർ. 2 and 3 എന്നുള്ളത് ശരിയാണെന്നുള്ളത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കുക, ഈ പറഞ്ഞ 8 മേജർ കമ്മിറ്റീസ് അല്ലെ, 8 മേജർ കമ്മിറ്റീസ്. ഈ 8 മേജർ കമ്മിറ്റീസിൽ BR അംബേദ്കറും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും ഒക്കെ ചെയർമാൻമാരായി ഇരുന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിയേ, ജവഹർലാൽ നെഹ്റു ചെയർമാൻ ആയിരുന്ന ആ ഒരു മേജർ കമ്മിറ്റീസ് ഏതൊക്കെയാണെന്ന് ഒന്ന് ബൈഹാർട്ടായിട്ട് പഠിച്ചു വെക്കണം, നല്ലതായിരിക്കും. ഒന്ന് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. ഓക്കെ, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. ദെൻ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്സ് കമ്മിറ്റി.
ഓക്കെ, സ്റ്റേറ്റ്സ് കമ്മിറ്റി. അപ്പൊ ഈ 3 കമ്മിറ്റീസിന്റെ ചെയർമാൻ ആയിരുന്നു ജവഹർലാൽ നെഹ്റു. ഓക്കെ, ജവഹർലാൽ നെഹ്റു ഈ 3 കമ്മിറ്റീസിന്റെയും ചെയർമാൻ ആയിരുന്നു. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ്സ് കമ്മിറ്റി. ഓക്കെ, ഇനി അതുപോലെ തന്നെ BR അംബേദ്കർ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആയിരുന്നു. ഓക്കെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആണ്, എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അത് സ്പെഷ്യലായിട്ട് പറയേണ്ടതില്ലല്ലോ. ഇനി സർദാർ വല്ലഭായ് പട്ടേൽ ചെയർമാൻ ആയിരിക്കുന്ന കമ്മിറ്റീസ് കുറച്ച് വലിയ പേരുകളാണ്. മെയിൻ ആയിട്ട് നമ്മൾ നെഹ്റുവിന്റെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. സർദാർ വല്ലഭായ് പട്ടേൽ ചെയർമാൻ ആയിരുന്ന കമ്മിറ്റീസ്, അദ്ദേഹം അങ്ങനെ ഇരുന്നത് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അതുപോലെ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്, ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് മേജർ കമ്മിറ്റീസിൽ അദ്ദേഹം ചെയർമാൻ ആയിട്ടിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമ്മളിവിടെ എന്താണ് ഈ ഒരു കമ്മിറ്റി തന്നിട്ട് ഇതിന്റെ ചെയർമാൻ ആയിട്ടിരുന്നത് ആരാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാം, മേജർ കമ്മിറ്റീസ് ആയതുകൊണ്ട് തന്നെ. ഇപ്പൊ സർദാർ വല്ലഭായ് പട്ടേൽ ചെയർമാൻ ആയിരുന്ന കമ്മിറ്റീസ് ഒന്ന് മനസ്സിലാക്കുക. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, ഓക്കെ, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അതുപോലെ തന്നെ എന്താണ് അഡ്വൈസറി കമ്മിറ്റി അല്ലെ, അഡ്വൈസറി കമ്മിറ്റി ഓൺ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെയും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്, അതുപോലെ തന്നെ ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ് എന്നുള്ള ആ ഒരു ഇതിന്റെ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതിന്റെ ചെയർമാൻമാരായിരുന്നു, അതായത് വിവിധ കമ്മിറ്റികളുടെ ചെയർമാൻമാരായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി അല്ലെ. ഇനി അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിൽ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം, അതായത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ മെമ്പർ ആകാതിരുന്നിട്ടും ചില മൈനർ കമ്മിറ്റീസിന്റെ ചെയർമാൻമാരായിരുന്ന കുറച്ച് പേരുണ്ട്. ഓക്കെ, അവരൊന്നും മെമ്പേഴ്സ് അല്ല ആക്ച്വലി ഇതിന്റെ, എന്നാലും അവർ ചെയർമാൻമാരായിരുന്നിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എസ് വരദാചാരി. ഓക്കെ, എസ് വരദാചാരി അദ്ദേഹം നോൺ മെമ്പർ ആണ്, പക്ഷെ അദ്ദേഹം അഡ്ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു മൈനർ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എസ് കെ ദറും എന്താണ് മെമ്പർ അല്ല, നോൺ മെമ്പർ ആണ്. അദ്ദേഹം ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി, ഓക്കെ, ഏതൊക്കെയാണ് ഒന്ന് ജസ്റ്റ് നോക്കാം. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നിട്ടുണ്ട്. എസ് വരദാചാരി അഡ്ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ്, ഓക്കെ, സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന മൈനർ കമ്മിറ്റിയുടെ, അഡ്ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന മൈനർ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നളിനി രഞ്ജൻ സർക്കാർ, നളിനി രഞ്ജൻ സർക്കാർ അവര് എന്താണ് എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ ദി ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് ഓഫ് ദ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയുടെ മൈനർ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ 3 പേരും ആക്ച്വലി നോൺ മെമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ മെമ്പേഴ്സ് ആകാതിരുന്നിട്ടും ചില മൈനർ കമ്മിറ്റീസിന്റെ ചെയർമാനായി ഇരുന്നിട്ടുള്ളത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് വരദാചാരി, എസ് കെ ദർ, നളിനി രഞ്ജൻ സർക്കാർ എന്നതാണ്. അപ്പോൾ അത്യാവശ്യം കമ്മിറ്റീസിനെ സംബന്ധിച്ച് ഓക്കെ, ആ ഒരു എന്താണ് 8 മേജർ കമ്മിറ്റികളും 14 മൈനർ കമ്മിറ്റികളും, അങ്ങനെ ആകെ 22 കമ്മിറ്റികൾ ചേർന്നതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയേത്? നോക്കാം. ആദ്യത്തേത് നിർദ്ദേശക തത്വങ്ങൾ, മൗലിക അവകാശങ്ങൾ, നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ. നമുക്ക് ഓൾറെഡി അറിയാം നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് DPSP ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ബോറോ ചെയ്തിട്ടുള്ളവയാണ് അല്ലെ. മൗലിക അവകാശങ്ങളും നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥയുമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2 and 3 എന്നുള്ളതാണ് അല്ലെ. 23C ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതില് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കേണ്ടതാണല്ലേ ഏതൊക്കെ ബോറോ ചെയ്തു എന്നുള്ളത് പണ്ടോട്ടേ ചോദിക്കാറുണ്ട്. പക്ഷെ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതായത് സ്വതേ ചോദിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അഡീഷണൽ കുറച്ചും കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം അടുത്ത ചോദ്യത്തിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അടുത്തും കൂടെ നോക്കിയിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അർദ്ധ ഫെഡറൽ സമ്പ്രദായം, കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയ. ചിലപ്പോൾ ഈ ഒരു കേവല ഭൂരിപക്ഷ സമ്പ്രദായം ഒക്കെ കാണുമ്പോൾ സംശയം വരും. ആക്ച്വലി അർദ്ധ ഫെഡറൽ സമ്പ്രദായം, അതുപോലെ കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയ. ഇതില് അർദ്ധ ഫെഡറൽ സമ്പ്രദായം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനം കടമെടുത്തിട്ടുള്ളത് ആക്ച്വലി കാനഡയിൽ നിന്നാണ്. ഓക്കെ, കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ബാക്കി 2 കേവല ഭൂരിപക്ഷ സമ്പ്രദായം അഥവാ ഫസ്റ്റ് പാസ് ദി പോസ്റ്റ് സിസ്റ്റം, നിയമനിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. 2 and 3. അപ്പൊ B ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ട കുറച്ച് ബോറോഡ് കാര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പോൾ USA
കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എന്താ പറയുക അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒബ്വിയസ്ലി ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, പ്രിയാമ്പിൾ ഉണ്ട്, ആമുഖമുണ്ട്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, അതുപോലെ ജുഡീഷ്യൽ റിവ്യൂ, രാഷ്ട്രപതിയുടെ അപ്പോയിന്റ്മെന്റോ ഏതോ ഒന്നുമല്ല, ഇംപീച്ച്മെന്റ് അല്ലെ, പിന്നെ ലിഖിത ഭരണഘടന, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്, അതുപോലെ വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ച്, പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ പോലും വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതിയെ കുറിച്ചൊക്കെ എടുത്തിട്ടുള്ളത് അതിൽ നിന്നാണ്. അതുപോലെ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇപ്പൊ പറഞ്ഞ ഫസ്റ്റ് പാസ് ദി പോസ്റ്റ് സിസ്റ്റം, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, അതുപോലെ സ്പീക്കറിനെ സംബന്ധിച്ച്, CAG-നെ സംബന്ധിച്ച്, അതുപോലെ റൂൾ ഓഫ് ലോ, നിയമവാഴ്ച, അതുപോലെ നിയമസമത്വം, സിംഗിൾ സിറ്റിസൺഷിപ്പ്, പാർലമെന്ററി ജനാധിപത്യം, ക്യാബിനറ്റ് സമ്പ്രദായം. ഇപ്പൊ ക്യാബിനറ്റ് സമ്പ്രദായമൊക്കെ എവിടെ നിന്ന് എടുത്തു എന്ന് ചിലപ്പോൾ ഒരു ചോദ്യം വരാം. അപ്പൊ അതൊക്കെ ഏതാണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ, അതുപോലെ രാഷ്ട്രത്തലവന് നോമിനൽ ആയിട്ടുള്ള അധികാരം എന്നുള്ള ആ ഒരു ഐഡിയ ഒക്കെ എവിടെ നിന്നാണ്? ഇവിടെ നിന്നാണ്. അതുപോലെ റിട്ടുകൾ, ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, ദ്വിമണ്ഡല സഭ, തിരഞ്ഞെടുപ്പ് സംവിധാനം, അതുപോലെ കൂട്ടുത്തരവാദിത്വം. ഓക്കെ, അതായത് ആ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അതിന് റിലേറ്റ് ചെയ്ത ഒരു ചോദ്യമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ വരുന്നത് ഈ ഒരു ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അപ്പൊ കൂടുതലും USA ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഇനിയൊരു സാധ്യത എന്താണ്, 1935 നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ, അതായത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ് കൂടുതലും കടപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ളത് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അതിൽ ഗവർണറുടെ പൊസിഷൻ, ഓക്കെ, ഗവർണറുടെ പദവി, അതുപോലെ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഓക്കെ, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി, ഓക്കെ, ഫെഡറൽ കോടതി, നമുക്കൊന്നും കൂടെ നീറ്റായിട്ട് എഴുതാം. ഓക്കെ, ഏതൊക്കെയാണ്? ഗവർണറുടെ പദവി, അതുപോലെ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി, ഓക്കെ, ഫെഡറൽ കോർട്ട്, അതുപോലെ എമർജൻസി. ഒരു കാര്യം ശ്രദ്ധിക്കണം, എമർജൻസി നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പറയുമ്പോഴും അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു ഐഡിയ, ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് റദ്ദ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു ഐഡിയ നമ്മൾ എടുത്തിട്ടുള്ളത് ജർമ്മനിയിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു എക്സെപ്ഷൻ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. എമർജൻസി ഇതിൽ നിന്ന് എടുത്തു എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. പക്ഷേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നല്ല മറ്റേ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് റദ്ദ് ചെയ്യുന്ന കാര്യം എടുത്തിട്ടുള്ളത്. എമർജൻസി സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് റദ്ദ് ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ജർമ്മനിയുടെ വെയ്മർ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് 1935 ആക്ടിൽ നിന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. പിന്നെ മെയിനായിട്ട് എന്താണ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മുടെ DPSP, അതുപോലെ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം, അതൊക്കെ എടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഭരണഘടനാ ഭേദഗതി, ഓക്കെ, അമെൻമെന്റിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യവും രാജ്യസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും, ഓക്കെ, ആ ഒരു കാര്യവും എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഓക്കെ, ദക്ഷിണാഫ്രിക്കയുടെ ഇതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഫ്രാൻസിന്റെ എല്ലാവർക്കും അറിയാമായിരിക്കും എന്താണ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടർണിറ്റി, അതായത് നമ്മുടെ സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം, അതുപോലെ തന്നെ റിപ്പബ്ലിക് എന്ന് പറയുന്ന ആ ഒരു ഐഡിയ എടുത്തിട്ടുള്ളത് ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നാണ്. ഓക്കെ, പിന്നെ കനേഡിയൻ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? കനേഡിയൻ ഇതിൽ നിന്ന് ഫെഡറൽ സംവിധാനം, ഇപ്പൊ നമ്മൾ കണ്ട ഈ അർദ്ധ ഫെഡറൽ സംവിധാനം അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനമൊക്കെ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്. അതുപോലെ റെസിജ്വൽ പവേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസിജ്വൽ പവേഴ്സ് എടുത്തിട്ടുള്ളതും കനേഡിയൻ ഇതിൽ നിന്നാണ്. അതുപോലെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും എടുത്തിട്ടുള്ളത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെങ്കിൽ പോലും നമ്മുടെ കൺകറന്റ് ലിസ്റ്റ്, ഓക്കെ, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ എടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അത് ശ്രദ്ധിച്ച് പഠിക്കണം. ഓക്കെ, യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും റെസിജ്വൽ പവേഴ്സും ഒക്കെ എവിടെ നിന്നാണ്? കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ സുപ്രീം കോടതിയുടെ അഡ്വൈസറി ഇതുണ്ടല്ലോ, ജുറിസ്ഡിക്ഷൻ, ഉപദേശാധികാരം, അതുപോലെ സംസ്ഥാന ഗവർണർമാരുടെ നിയമനം, അതൊക്കെ നമ്മൾ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. മെയിനായിട്ട് ഈ റെസിജ്വൽ പവേഴ്സും യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് കനേഡിയൻ ഇതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് കൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. കൺകറന്റ് ഓസ്ട്രേലിയയിൽ നിന്നാണ്. കൺകറന്റ് മാത്രമല്ല, ഓസ്ട്രേലിയയുടെ ഇതിൽ നിന്ന് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ ഓസ്ട്രേലിയയുടെ ഇതിൽ നിന്നാണ്. ഓക്കെ, റഷ്യയുടെ ഇതിൽ നിന്ന് എല്ലാവർക്കും അറിയാം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികളുമാണ്. ഓക്കെ, രണ്ടെണ്ണമാണ് വന്നിട്ടുള്ളത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും 5 ഇയർ പ്ലാനും. FF ഓർക്കാൻ എളുപ്പം അല്ലെ, റഷ്യയുടെ. അപ്പോൾ ഇത് ജസ്റ്റ് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ ഒന്നുകൂടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക, മാറിപ്പോവാതെ. അടുത്ത ചോദ്യം, ഭരണഘടനയിലെ 19-ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത്? സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം, സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സഞ്ചാര സ്വാതന്ത്ര്യവും സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യവുമാണ് ഇതിൽ വരുന്നത് അല്ലെ. അപ്പോൾ ശരിയായ പ്രസ്താവന 1 and 3 ആണ് അല്ലെ. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഈ പറയുന്ന ആർട്ടിക്കിൾ 90
വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ 19ൽ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, 19(1) അതായത് 19(1) 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പോൾ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും. A, B, C, D, E, G, F ഇല്ല കേട്ടോ. ഈ 6 എണ്ണമായിട്ടാണ് കിടക്കുന്നത്. ഇത് ആ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ 19(1) A തൊട്ട് G വരെയാണുള്ളത്. പക്ഷെ അതിൽ എന്തില്ല? F ഇല്ല. ഓക്കെ, നോട്ട് F. ഓക്കെ, F ഇല്ല. F ആക്ച്വലി പിന്നീട് എടുത്തു കളയുക ചെയ്തത്. ഓക്കെ, എല്ലാവർക്കും അറിയാമായിരിക്കും. കാരണം A മുതൽ G വരെയാണ്, F ഇല്ല. കാരണം F ആക്ച്വലി സ്വത്താവകാശം സംബന്ധിച്ചൊരു സംഭവമായിരുന്നു. അത് 44th അമെൻമെന്റ് വഴി റിമൂവ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ A തൊട്ട് G വരെയുള്ള നമ്മൾ പറഞ്ഞു കൃത്യമായിട്ട് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഈ എയിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഓക്കെ, എയിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ലെ, അഭിപ്രായ സ്വാതന്ത്ര്യം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 19(1) A എന്ന് പറയുന്ന ആ ഒരു ആർട്ടിക്കിൾ ഉണ്ടല്ലോ, അതിലാണ് പത്രസ്വാതന്ത്ര്യം ആക്ച്വലി ഉൾക്കൊള്ളുന്ന വകുപ്പ്. ഓക്കെ, അപ്പോൾ പത്രസ്വാതന്ത്ര്യം പരോക്ഷമായിട്ട്, ഡയറക്റ്റ് അല്ല, എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആർട്ടിക്കിൾ 19(1) ആണ്. ഓക്കെ, നമ്മൾ 4th എസ്റ്റേറ്റ് എന്നൊക്കെ വിളിക്കുന്നത് മാധ്യമങ്ങളെയാണ്, പത്രമാധ്യമങ്ങളെയാണ് അല്ലെ. അപ്പോൾ ഇതിന്റെ അണ്ടറിലാണ് ആക്ച്വലി എന്തും വരുന്നത്? വിവരാവകാശവും വരുന്നത്. ഓക്കെ, വിവരാവകാശം എന്ന് പറയുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ള സംഭവം, അതുപോലെ ആ ഒരു ഇതൊക്കെ വരാൻ കാരണം അല്ലെ, റൈറ്റ് ടു ഇൻഫർമേഷൻ കമ്മീഷൻ എന്നുള്ള ആ ഒരു ഇതൊക്കെ വരാൻ കാരണം തന്നെ 19(1) അണ്ടറിൽ വരുന്ന ഈ ഒരു വിവരാവകാശം എന്ന് പറയുന്നതാണ്. ഈവൻ നിശബ്ദ സ്വാതന്ത്ര്യം പോലും ഈ ഒരു ഇതിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി വെച്ചിരിക്കുക 19(1) എന്തൊക്കെ വരും എന്നുള്ളത് കേട്ടോ. പിന്നീട് ബിയിൽ പറയുന്നത് എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ആയുധങ്ങളില്ലാതെ സമാധാനപരമായിട്ട് സമ്മേളിക്കുന്നതിനുള്ള അവകാശം അല്ലെ. അതുപോലെ തന്നെ സിയിൽ എന്താ പറയുന്നത്? സമ്മേളിച്ചതിന് ശേഷം, അങ്ങനെ ആലോചിക്കാം, ഓർത്ത് വെക്കാൻ എളുപ്പം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അഭിപ്രായം പറഞ്ഞു ശേഷം എന്താണ്? ആയുധങ്ങളൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് സമ്മേളിക്കാൻ. അതുപോലെ തന്നെ എന്താണ്? അതിനുശേഷം ഒരു സംഘടന രൂപീകരിച്ചു അല്ലെ. സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. തിരിച്ച് അത് ചെയ്തതിനു ശേഷം സഞ്ചാര സ്വാതന്ത്ര്യം. ഓക്കെ, അപ്പൊ ഈ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ആയിട്ടുള്ളത് ഉദ്ദേശിക്കുന്നത്. അതായത് ആഭ്യന്തര സഞ്ചാര വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നത്. രാജ്യാന്തര സഞ്ചാര വ്യവസ്ഥകൾ ആർട്ടിക്കിൾ 21 വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം സഞ്ചരിച്ചതിന് ശേഷം എവിടെയെങ്കിലും താമസിക്കണം അല്ലെ. അപ്പോൾ ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള ആ ഒരു എന്താണ് സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ താമസിച്ചതിന് ശേഷം മാന്യമായ തൊഴിൽ അല്ലെ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇത്രയാണ് ആ ഒരു എന്താണ് മെയിൻ ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫ്രീഡം ഓഫ് എന്താണ് പറയാ, നമ്മുടെ സ്വാതന്ത്ര്യത്തിലുള്ള റൈറ്റ് ടു ഫ്രീഡം അല്ലെ. റൈറ്റ് ടു ഫ്രീഡം എന്ന് പറഞ്ഞാൽ 19 മുതൽ 22 വരെയുള്ളതില്ല. 19 എന്ന് പറയുന്ന അനുച്ഛേദത്തിൽ വരുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 19 എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ വന്നിട്ടുള്ള 6 മൗലിക സ്വാതന്ത്ര്യം. അപ്പൊ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിനു മുമ്പും എല്ലാവർക്കും അറിയാം ആർട്ടിക്കിള് ഈ ഒരു എന്താണ് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അല്ലെ. 19 തന്നെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. എന്താണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം? ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം. ഓക്കെ, ഇതിനെ സംബന്ധിച്ചിട്ട് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മള് ഇതും അതുപോലെ തന്നെ ആനുപാതിക പ്രാതിനിധ്യം അഥവാ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആക്ച്വലി ക്ലാസിഫൈ ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം സ്റ്റേറ്റ്മെന്റ്സ്. ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും. അതുപോലെ തന്നെ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയാണ്. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും. ബ്രിട്ടനും ഇന്ത്യയുമാണ് ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് എന്നുള്ളത്. ഓക്കെ, 3 എന്തായാലും ഒബ്വിയസ്ലി കറക്റ്റ് ആണ്. ബാക്കി 2 ആയിരിക്കും എല്ലാവർക്കും ഡൗട്ട്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓൺലി 1 and 3 ആണ്. അതായത് ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. അതുപോലെ തന്നെ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. അപ്പോൾ ആക്ച്വലി ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം FPTP എന്ന് പറയും. അതുപോലെ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ. അപ്പോൾ ഈ FPTP അഥവാ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു സംഭവം കൂടുതലായിട്ടും എന്താണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ ചെയ്യുന്നത് ഏതിലൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ഏത് ഇതിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ. അപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്?
എല്ലാ നിയോജക മണ്ഡലത്തിൽ നിന്നും ഓരോ പ്രതിനിധികളെയാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലെ. എന്നാൽ ഈ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷനിൽ വരുമ്പോൾ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒന്നിലധികം റെപ്രസെന്റേറ്റീവ്സ് വരാം. ഓക്കെ, അതാണ് ആദ്യത്തെ ഒരു വ്യത്യാസം വേണമെങ്കിൽ പറയാവുന്നത്. പിന്നെ ഇവിടെ എന്താണ് വോട്ടർമാർ, ഇവിടെ എന്താണ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പാർട്ടിക്ക് ഇപ്പോൾ വോട്ടർമാരുടെ ഒരു പാർട്ടിക്ക് ഇപ്പോൾ കിട്ടിയ വോട്ടിന്റെ ശതമാനത്തേക്കാൾ കൂടുതൽ സീറ്റ് ചിലപ്പോൾ നിയമനിർമ്മാണ സഭയിൽ ലഭിക്കാം FPTP സിസ്റ്റത്തിൽ. ഓക്കെ, എന്താണ് ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിന്റെ ശതമാനത്തേക്കാൾ കൂടുതൽ സീറ്റ് ചിലപ്പോൾ ലഭിക്കാം. എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ ഓരോ പാർട്ടിക്കും അവർക്ക് ലഭിച്ച വോട്ടിന് ആനുപാതികമായിട്ട് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് സീറ്റ് ലഭിക്കുന്നത്. അതാണ് ഒരു വ്യത്യാസം. ഇനി മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു എക്സാമ്പിൾ, അതായത് ഇപ്പോൾ പ്രൊപ്പോർഷണൽ, ഇതിന്റെ ഇപ്പോൾ ബ്രിട്ടനും ഇന്ത്യ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ അഥവാ ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ എക്സാമ്പിളാണ് ഇസ്രായേലും അതുപോലെ തന്നെ നെതർലാൻഡ്സും ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലെ. ഇനി പിന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വേണമെങ്കിൽ എന്താണ്, ഡയറക്റ്റ് ഇലക്ഷനും ഉണ്ട്, ഇൻഡയറക്റ്റ് ഇലക്ഷനും ഉണ്ട് അല്ലെ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇതിൽ ഈ ഡയറക്റ്റ് ഇലക്ഷനും ഇൻഡയറക്റ്റ് ഇലക്ഷനും പറയുമ്പോൾ പ്രത്യക്ഷ പരോക്ഷ, ഈ ഡയറക്റ്റിൽ എക്സാമ്പിൾ ആണ് ഇപ്പോൾ ലോക്സഭ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. അതേസമയം ഇൻഡയറക്റ്റിലാണ് എന്ത് വരിക, രാഷ്ട്രപതിയുടെ, വൈസ് പ്രസിഡന്റിന്റെ, രാജ്യസഭയുടെ ഒക്കെ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡയറക്റ്റ് ഇലക്ഷനിൽ കൂടുതലും, അതായത് ഡയറക്റ്റ് ഇലക്ഷനിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതി പിന്തുടരുന്ന ആ ഒരു ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത് FPTP സിസ്റ്റമാണ്, അതായത് ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം അഥവാ കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ്. ഓക്കെ, ഡയറക്റ്റ് ഇലക്ഷനിൽ ഈ ഒരു സംഭവമാണ് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതിയിൽ പിന്തുടരുന്നത്. പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡയറക്റ്റിലാണ് ആക്ച്വലി പറഞ്ഞ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ. എല്ലാവർക്കും അറിയാമായിരിക്കും, കാരണം നമ്മൾ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അതിൽ പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ട് ആ ഒരു ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്താണ് ഇതിൽ ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ VVPAT എന്ന് പറഞ്ഞ ഒരു സംഭവം അല്ലെ. VVPAT എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താ, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ്. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് 2013 എന്താ ഇതിന്റെ പ്രത്യേകത, വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം വോട്ട് ആ സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് ലഭിച്ചത് എന്നുള്ളത് എന്താണ് വ്യക്തമാക്കി തരുന്ന ഒരു കടലാസ്, ഒരു രസീത് പോലെ ഒരു ചെറിയ പേപ്പർ, എന്താണ് ആ ഒരു സംഭവം പേപ്പറിൽ ലഭിക്കുന്ന ആ ഒരു സംവിധാനമാണ് എന്ത്, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ അഥവാ VVPAT. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് VVPAT നടപ്പിലാക്കിയത് 2013. ഓക്കെ, നാഗാലാൻഡിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലാണ് ഇത് നടപ്പിലാക്കിയത്, നോക്സൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടത് ശരിയായത് ഏതാണെന്നാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ശരിയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരമാണുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ആക്ച്വലി കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഫസ്റ്റിലും ഒന്ന് ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ എന്നാണ് ഈ പറഞ്ഞ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. 1950 ജനുവരി 25-നാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ജനുവരി 25, ഓക്കെ, ഈ ഒരു ഡേറ്റിലാണ് നമ്മൾ ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത്. ദേശീയ സമ്മതിദായക ദിനം. ഓക്കെ, ഇനി ഈ പറഞ്ഞ തിരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് 15 ആണ് കേട്ടോ. പാർട്ട് 15-ലാണ് ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ എല്ലാവർക്കും അറിയാം ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങള് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ആദ്യം ഇതൊരു ഏകാംഗ കമ്മീഷനായിരുന്നു. പിന്നീടാണ് ഇത് എന്താണ് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും പ്ലസ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും എന്നുള്ള രീതിയിൽ വരുന്നത്. ഓക്കെ, ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും എന്നുള്ള രീതിയിൽ വരുന്നത്. പക്ഷേ ഈ ഇലക്ഷൻ ഇത് പറയുന്നത് ഇത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അല്ലെ. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഭരണഘടനയിൽ എവിടെയും പരാമർശമില്ല. ഓക്കെ, ഇനി നമ്മൾ സുപ്രീം കോടതി ജഡ്ജിയുടെ ഇതിന് സമാനമായ സ്ഥാനവും വേതനവുമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾക്കുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സുപ്രീം കോടതി ജഡ്ജിയുടെ ഇതിന് സമാനമായിട്ടുള്ളതാണ്. ഓക്കെ, രാഷ്ട്രപതിയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇവര് രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്കാണ്. ഓക്കെ, ഇവരെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം എന്താണ്, അതൊരു സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിന് തുല്യമായിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഓക്കെ, ഇനി ഇതില് നമുക്കറിയാം, നമ്മൾ മുൻപ്
അതായത് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു ടെസ്റ്റ് സീരീസിലോ പറഞ്ഞപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഇലക്ഷനെ സംബന്ധിച്ചിട്ടുള്ള കുറേയധികം ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോയിട്ടുണ്ട്. അതൊന്ന് കാണാത്തവർ കണ്ടു നോക്കൂട്ടോ. നമ്മൾ അതിൽ പ്രിസൈഡിംഗ് ഓഫീസർ, റിട്ടേണിംഗ് ഓഫീസറൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അതൊരു ചോദ്യമായിട്ട് വരാം. ഓക്കെ, റിട്ടേണിംഗ് ഓഫീസറിൻ്റെ ചുമതല എന്താ വരുന്നത് എന്നുള്ള രീതിയിൽ, അതുപോലെ പ്രിസൈഡിംഗ് ഓഫീസർ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ടെസ്റ്റ് സീരീസിൽ. അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കിയേക്കാം കേട്ടോ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ വോട്ട് ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭരണഘടനാ അവകാശമാണ്, അല്ലെ? അല്ലെങ്കിൽ ഒരു നിയമാവകാശമാണ്. അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണോ? അല്ല, ഭരണഘടനാ അവകാശമാണ് അല്ലെങ്കിൽ നിയമാവകാശമാണ്. ഓക്കെ, അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇതിലേക്കൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, അല്ലെ? പിന്നെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, അതിന്റെ ആർട്ടിക്കിളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 326. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ആർട്ടിക്കിളും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇലക്ഷൻ കമ്മീഷന്റെ ആർട്ടിക്കിൾ 324 ഓക്കെ. 324 ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചും 326 സാർവത്രിക വോട്ടവകാശം, പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ചുള്ളത് വരുന്നത് ഇതിലാണ്. ഇത് ആക്ച്വലി ഈ പറഞ്ഞ സംഭവം നിലവിൽ വരുന്ന എന്നാണ്? 1950 ജനുവരി 25-ന് ഇലക്ഷൻ കമ്മീഷൻ വന്നു. ജനുവരി 26-നാണ് ഈ പറയുന്ന സാർവത്രിക വോട്ടവകാശം എന്ന് പറയുന്ന സംഭവം നിലവിൽ വരുന്നത്. ഓക്കെ, ഭരണഘടന നിലവിൽ വന്നത് മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നീടാണ് ഇതെന്താണ് ഏജ് മാറ്റുന്നത്, അല്ലെ? 18 വയസ്സിലേക്കൊക്കെ ആക്കുന്നത് പിന്നീട് അമെന്റ്മെന്റിലൂടെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് പറയാം. പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ നിയമം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ് ആദ്യമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം എന്നുള്ള സംഭവം കൊണ്ടുവന്നത്. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഓക്കെ, പിന്നെ ഇന്ത്യയിലെ ആദ്യ വോട്ടർ എല്ലാവർക്കും അറിയാം, ചോദിച്ചിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ, ശ്യാം സരൺ നേഗിയാണ്. ഓക്കെ, മാത്രമല്ല ഇന്ത്യ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ചോദ്യം നോക്കാം. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന. ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി രാജ്യസഭാ അധ്യക്ഷനാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിൽ 5 വർഷത്തേക്കാണ് എന്നുള്ളതും ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ആണ് എന്നുള്ളതും, അതുപോലെ തന്നെ എങ്ങനെയാണോ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ഇലക്ട്രൽ കോളേജാണ് വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെ? പക്ഷേ PSCയുടെ ആൻസർ കീ വെച്ചിട്ട്, പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ട് D ആണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു പക്ഷേ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണെന്ന് എഴുതിയേക്കുന്നത് ആയിരിക്കാം പ്രശ്നം. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന അതേ രീതി തന്നെയാണ് എന്നുള്ള രീതിയിലായിരിക്കണം അവർ സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശിച്ചിട്ടുണ്ടാകുക കേട്ടോ. എനിവേസ്, ഉപരാഷ്ട്രപതിനെ കുറിച്ച് അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ആർട്ടിക്കിളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 63 ആണ് കേട്ടോ. അപ്പോൾ ഈ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയിൽ കുറഞ്ഞത് 20 അംഗങ്ങളെങ്കിലും ശുപാർശ ചെയ്യണം, റെക്കമെൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 20 അംഗങ്ങൾ പിന്താങ്ങുകയും വേണം. ഓക്കെ, അപ്പോൾ ഇലക്ട്രൽ കോളേജിന്റെ വ്യത്യാസം അറിയാം. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട്, ഇലക്ടഡ് മെമ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെയും അതുപോലെ തന്നെ ഡൽഹി, പുതുച്ചേരി പോലുള്ള യൂണിയൻ ടെറിട്ടറീസിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട്. എന്നാൽ ഇവിടെ അവിടെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല, അല്ലെ? അപ്പോ ഇവിടത്തെ എന്താ വ്യത്യാസം? ഇവിടെ പാർലമെന്റിലെ, അതായത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങളാണ് വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെ? മാത്രമല്ല, ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന പ്രസിഡന്റ് ആണ്. രാജിക്കത്ത് സമർപ്പിക്കുകയാണെങ്കിൽ അത് രാഷ്ട്രപതിക്കാണ് സമർപ്പിക്കേണ്ടത്. 5 വർഷം ഭരണ കാലാവധിയുണ്ട്. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്, അല്ലെ? മാത്രമല്ല, ആദ്യ മലയാളി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KR നാരായണനാണ് കേട്ടോ. അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഉപരാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. സ്പെഷ്യൽ നെയിംസ് ഒക്കെ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാലോ. ആദ്യത്തെ മലയാളി, അല്ലെങ്കിൽ എന്താണ് ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പോലെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇപ്പോഴത്തെ നിലവിൽ ജഗ്ദീപ് ധൻകർ ആണ് ഉപരാഷ്ട്രപതി. 14ാമത്തെ വ്യക്തിയാണ്, ഉപരാഷ്ട്രപതി ആകുന്ന 14ാമത്തെ വ്യക്തിയാണ് എന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഉപരാഷ്ട്രപതിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ആർട്ടിക്കിളുകളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതി ആയിരുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, ഡോക്ടർ ഹമീദ് അൻസാരി ആണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ്, എന്നാൽ 2ാമത്തെ ആളെന്ന് ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം.
നോക്കി, ഭരണഘടനയിലെ 73-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 73rd 74th വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെ, 73rd പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ചും 74 മുനിസിപ്പാലിറ്റീസിനെ സംബന്ധിച്ചുമാണ്. അപ്പൊ നോക്കി, പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 12ാം ഷെഡ്യൂളിൽ 73-ാം ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. അപ്പോൾ പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെ കുറിച്ചാണ് 73rd പറയുന്നത് എന്നുള്ളത് ശരിയാണോ? അപ്പോൾ ഇതിൽ ശരിയായത് ഏതാണ്? ഉറപ്പായിട്ടും 73rd ആണ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പറയുന്നത്, അല്ലെ. പക്ഷെ ഷെഡ്യൂൾ നേരെ ഇതാണ്. 11th ഷെഡ്യൂളിലെ പഞ്ചായത്തും 11th ഷെഡ്യൂള് ഇത് പഞ്ചായത്തി രാജും, അതെ, പഞ്ചായത്തും അതുപോലെ തന്നെ എന്താ പറയാ 12ാമത്തേലുമാണ് എന്ത് വന്നത്? മുനിസിപ്പാലിറ്റി നിയമം വന്നത്. ഓക്കെ, ആദ്യം പഞ്ചായത്തിന്റെ വന്നു 11ല്. അതായത് 73rd അമെന്റ്മെന്റ് ആക്ച്വലി വരുന്നത് 1992-ലാണ്. ഓക്കെ, അതില് ആക്ച്വലി പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകി. അതുപോലെ തന്നെ ഷെഡ്യൂൾ 11 അത് കൂട്ടിച്ചേർത്തു. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്കതിൽ പറയാം. പിന്നെ 74th ആക്ച്വലി ഈ പറഞ്ഞ നഗരപാലിക നിയമം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നിയമമൊക്കെ വരുന്നത് 74th. അഗൈൻ 1992 തന്നെയാണ് 12th ഷെഡ്യൂൾ ആഡ് ചെയ്യപ്പെടുന്നത് ഇതിലാണ്. ഓക്കെ, ഈ പഞ്ചായത്തി രാജിനെ സംബന്ധിച്ചിട്ടുള്ള കമ്മീഷൻസും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് ചോദിക്കാറുണ്ട്. ഇപ്പൊ പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ തന്നിരിക്കുന്ന ആൻസർ ആദ്യം പറയാം. ഏതാണ്? 1ഉം 3യുമാണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഓൺലി 1 and 3 എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഈ പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. എന്നാൽ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ഗ്രാമതലത്തിലും ജില്ലാതലത്തിലുമുള്ള ഗവൺമെന്റ് ഒക്കെയാണ് നമ്മൾ തദ്ദേശ ഗവൺമെന്റ് എന്നൊക്കെ പറയുന്നത്, അല്ലെ. അപ്പോൾ നമുക്ക് കമ്മിറ്റീസ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അല്ലെ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് ആദ്യത്തെ വരുന്നത്. ഓക്കെ, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് ആദ്യം വരുന്നത്. ശേഷം അശോക് മേത്തയുടെ കമ്മിറ്റി വരുന്നുണ്ട്, അല്ലെ. അശോക് മേത്തയുടെ കമ്മിറ്റി വരുന്നുണ്ട്. അപ്പൊ കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ഓക്കെ, കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ഓക്കെ, ഇനി ഇതില് നമ്മൾ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നതാണ് ഈ പറഞ്ഞ പഞ്ചായത്തി രാജിന് ഒരു ഭരണഘടനാ സാധുത നൽകണം, അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ആ ഒരു ഇത് നൽകണം എന്നുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷണലി അത് ചെയ്യണം എന്നുള്ളത് ശുപാർശ ചെയ്ത കമ്മിറ്റി LM സിംഗ്വി കമ്മിറ്റിയാണ്. ഓക്കെ, LM സിംഗ്വി കമ്മിറ്റിയാണ്. ഓക്കെ, ഇനി അതേസമയം നമുക്ക് ഓപ്ഷൻസിൽ തരുമ്പോൾ ഇതും തരാൻ സാധ്യതയുണ്ട്. അതായത് PK തുംഗം കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട്, അതായത് തദ്ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയാണ് PK തുംഗം കമ്മിറ്റി. അപ്പോൾ ഒരു മുൻ വർഷത്തെ ചോദിച്ചതിലൊരു ചോദ്യമായിരുന്നു, ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തദ്ദേശ സ്വയംഭരണ, അതായത് ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് PK തുംഗം കമ്മിറ്റിയാണ്. അതേസമയം നമുക്ക് ഓപ്ഷൻസിൽ ഇപ്പോൾ LM സിംഗ്വിയും വരാം. അവിടെ ചിലപ്പോൾ പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണം എന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി എന്നുള്ള രീതിയിൽ വരുമ്പോൾ അതും സാധ്യതയിലാണ്. അപ്പൊ എന്നാലും PSC ഓപ്ഷൻ ആയിട്ട് കൊടുക്കുന്നത് PK തുംഗം കമ്മിറ്റിയാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണം എന്ന് പറഞ്ഞത് LM സിംഗ്വി കമ്മിറ്റിയും റെക്കമെൻഡ് ചെയ്ത്, അതുപോലെ തന്നെ തദ്ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് ഈ പറഞ്ഞ അംഗീകാരം നൽകണം എന്ന് പറഞ്ഞത് PK തുംഗം കമ്മിറ്റിയുമാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞത് എത്രയും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു എന്നുള്ളത് നരസിംഹ റാവു ആണ് കേട്ടോ. അത് നമ്മൾ വളരെ വളരെ ശ്രദ്ധിച്ചു നോക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പൊ ഭരണഘടനാ ഭേദഗതികളിലെ ഒരു നാഴികക്കല്ലായി വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഭേദഗതിയാണ് 73rd എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി നിലവിൽ വരുന്നത് പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വരുന്നത് 1993 ഏപ്രിൽ 14 കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. 1993 ഏപ്രിൽ 14 വരുന്നത്. പിന്നെ ഈ പറഞ്ഞ ഗ്രാമപഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതികൾ ഉണ്ടല്ലോ, അതിന് അംഗീകാരം നൽകുന്നത് ആരാണെന്ന് മുൻപ് ചോദിച്ചിട്ടുണ്ട്. അത് ജില്ലാ ആസൂത്രണ സമിതിയാണ് കേട്ടോ. ഓക്കെ, ഏതാണ്? ഗ്രാമപഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകുന്ന അത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജില്ലാ ആസൂത്രണ സമിതിയാണ്. ഈ ജില്ലാ ആസൂത്രണ സമിതിയുടെ ചെയർമാൻ ആരായിരിക്കും? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? ഗ്രാമപഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത് ജില്ലാ ആസൂത്രണ സമിതിയാണ്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. എന്നാൽ ഇതിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. ഓക്കെ, കേരളത്തിൽ ജില്ലാ ആസൂത്രണ സമിതിയുടെ കേട്ടോ, കേരളത്തിൽ ജില്ലാ ആസൂത്രണ സമിതിയുടെ സെക്രട്ടറി ജില്ലാ കളക്ടറാണ്. ഓക്കെ, ഇതിനെ സംബന്ധിച്ച് പല പല ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ത്രിതല പഞ്ചായത്തുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? ഒബ്വിയസ്ലി ജനങ്ങളാണ്, അല്ലെ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. അതുപോലെ തന്നെ 11ാം പട്ടികയിൽ എത്ര വിഷയങ്ങളുണ്ട്? 29 വിഷയങ്ങളാണ് ഈ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ.
അപ്പൊ അത്രയും മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നെ ഇത് ബാധകമല്ലാത്ത, അതായത് പഞ്ചായത്തി രാജ് സംവിധാനം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങളാണ് നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. ഓക്കെ. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതിയുടെ കാലാവധി ഒബ്വിയസ്ലി 5 വർഷം തന്നെയാണ്. പിന്നെ മത്സരിക്കാനുള്ള ആ അംഗങ്ങളുടെ മത്സരിക്കാനുള്ളവരുടെ പ്രായപരിധി 21 വയസ്സാണ് എന്നുള്ളതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സംവിധാനത്തെ ഭരണഘടനാ വിധേയമാക്കണമെന്ന് ഇത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കമ്മിറ്റിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം സിംഗ്വി കമ്മിറ്റി തന്നെയാണ്. അതേസമയം നമുക്ക് പി കെ തുങ്കൻ കമ്മിറ്റി ആദ്യമായിട്ട് എന്തായാലും എല്ലാം സിംഗ്വിയാണ്. ആദ്യമായിട്ട് അല്ലാതെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ചിലപ്പോൾ അവിടെ എല്ലാം സിംഗ്വി ഉണ്ടാവില്ല ഓപ്ഷൻസിൽ. അപ്പൊ നമുക്ക് പി കെ തുങ്കൻ കമ്മിറ്റി എന്നുള്ള രീതിയിൽ പറയാം കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്. ശരിയാണ് അല്ലെ? ദെൻ മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. അതും ശരിയാണ്. മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. അല്ല, നിയമസഭയോടാണ് അല്ലെ? നമ്മളിപ്പോ ലോക്സഭയുടെ പറയുമ്പോൾ ലോക്സഭയോടാണ് കളക്ടീവ് റെസ്പോൺസിബിലിറ്റി, ബട്ട് ഇൻഡിവിജ്വലി ദി ആർ റെസ്പോൺസിബിൾ ടു എന്താണ് പ്രസിഡന്റ് എന്നല്ലേ പറയാം. അപ്പോൾ ഇവിടെ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ഗവർണറോടല്ല, നിയമസഭയോടാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ ആൻസർ 1 and 2 എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മന്ത്രിസഭയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിനെ അപ്പോയിന്റ് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഗവർണറെ ഈ പറയുന്ന ഭരണകാര്യങ്ങളിൽ സഹായിക്കാനും ഉപദേശിക്കാനും മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 163 കേട്ടോ. ആർട്ടിക്കിൾ 163. ഓക്കെ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചിരിക്കുക. കാരണം ഇതേപോലെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് അവിടെയും പഠിക്കുന്നുണ്ട് പ്രസിഡന്റിന്റെ അല്ലെ. പിന്നെ നമ്മൾ അടുത്ത കുറച്ച് കാര്യങ്ങൾ, അതായത് വേറെ ഒന്നല്ല, ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പരമാവധി അംഗസംഖ്യ അസംബ്ലിയുടെ മൊത്തം അംഗസംഖ്യയുടെ 15% എന്നാൽ മന്ത്രിമാരുടെ എണ്ണം 12 കുറയാനും പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചിരിക്കുക. ചിലതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയിരിക്കാം. ഓക്കെ. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ നമ്മുടെ ഇപ്പോൾ ഈ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷനും അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒക്കെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കണം കേട്ടോ. ഓക്കെ. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകും. അടുത്ത ചോദ്യം, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ശരിയാണ്. ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. അല്ല, തിരിച്ചാണ് വരേണ്ടത് അല്ലെ? അതായത് ഗവർണറെ ഭരണകാര്യങ്ങളിൽ സഹായിക്കാനും ഉപദേശിക്കാനും മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആർട്ടിക്കിൾ 163 പറയുന്നുണ്ട്. അപ്പൊ അതിനൊന്ന് തിരിച്ചു പറഞ്ഞു അല്ലെ? അപ്പൊ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ശരിയല്ലേ എന്ന്. അല്ല. അപ്പോ അറിയുന്നവരും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഗവർണറെ സഹായിക്കാനാണ് മുഖ്യമന്ത്രി അടങ്ങുന്ന ഒരു മന്ത്രിസഭ ഉള്ളത് എന്നുള്ള രീതിയിലാണ് വരുന്നത് ആർട്ടിക്കിൾ 163 പറയുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ 1 and 3 എന്നുള്ളതാണ്. അതായത് പിന്നെ സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിന്റെ തലവൻ നമുക്കറിയാം നോമിനൽ ഹെഡ് ആണ് അല്ലെ? അപ്പോൾ എക്സിക്യൂട്ടീവിന്റെ ഹെഡ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണനിർവഹണ വിഭാഗത്തിന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് നോമിനൽ ആണ്. അതാരാണ്? ഗവർണറാണ്. ഓക്കെ. റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആരായിരുന്നു? ചീഫ് മിനിസ്റ്റർ ആണ്. അപ്പോൾ മന്ത്രിസഭയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അതിന്റെ ആർട്ടിക്കിൾസും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, കാരണം ഇപ്രാവശ്യത്തിൽ കുറച്ചും കൂടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തിൽ അങ്ങനെ വരണം എന്നല്ല, ചിലപ്പോൾ അതിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള അമെൻമെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാം. അതുപോലെ ലിസ്റ്റുകൾ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ചു നോക്കേണ്ടതാണ്. യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ്. അതായത് എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ചോദ്യങ്ങൾ, അതായത് എപ്പോഴും നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഓരോ അമെൻമെന്റുകൾ നോക്കുമ്പോഴും അതിന്റെ SC/ST കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ SC/ST ഒക്കെ വന്ന ആ ഒരു അമെൻമെന്റ്സും അതൊക്കെ ഒന്ന് നല്ലവണ്ണം നോക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും ചിലതിൻ്റെയൊക്കെ ആർട്ടിക്കിൾസ്. ഇപ്പോൾ പറഞ്ഞ ലിസ്റ്റ് വളരെയധികം എല്ലാവരും ശ്രദ്ധിച്ചു നോക്കേണ്ടതാണ്. കാരണം വീണ്ടും ചോദിക്കാൻ ചാൻസ് ആയിട്ട് ഇപ്പോൾ ഏറ്റവും ചോദിക്കാൻ എളുപ്പമാണ് ബാങ്കിങ്ങും ഇൻഷുറൻസും ഏതിലാണ്. ബാങ്കിങ്ങും ഇൻഷുറൻസ് എപ്പോഴും യൂണിയൻ ലിസ്റ്റിലാണെന്ന് ഓർത്ത് വെക്കുക. ബാങ്കിങ്ങും ഇൻഷുറൻസും നമ്മൾ മുൻപത്തെ ഒരു ടെസ്റ്റ് സീരീസിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് എന്തൊക്കെ വരുന്നത്? ഫിഷറീസ്, ജയിൽ, പോലീസ്, ക്രമസമാധാനം ഒക്കെ വരുന്നത്. അതുപോലെ കൺകറന്റിൽ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ക്രിമിനൽ നിയമങ്ങൾ അതൊക്കെ എന്തിലാണ് വരുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത് അല്ലെ? എന്നാൽ കൃഷി എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കൃഷി ഏതിലാണ് വരിക? കൃഷി സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരിക. എന്നാൽ വിദ്യാഭ്യാസം ഇതിൽ വരിക കൺകറന്റ് ലിസ്റ്റിൽ. ഇലക്ട്രിസിറ്റി ഒക്കെ കൺകറന്റ് ലിസ്റ്റാണ്. അപ്പോൾ ലിസ്റ്റുകളൊന്ന് നന്നായിട്ട് നോക്കുക. നമ്മൾ മുൻപും ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടെസ്റ്റ് സീരീസിന് ശേഷം വന്ന ഒരു എക്സാം ആയിരുന്നു ഡിഗ്രി പ്രിലിംസ്. അതിൽ കറക്റ്റ് ഈ ലിസ്റ്റിൽ നിന്ന് നമ്മൾ പറഞ്ഞ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അതൊന്ന് കാണുക, ടെസ്റ്റ് സീരീസ് കാണാത്തവര്. പിന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു ഏരിയയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. അതുപോലെ ബോറോഡ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ബാക്കി പല കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത് അത്യാവശ്യം നന്നായിട്ട് തന്നെ
നോക്കണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ലെവലായിട്ട് അതുപോലെ CM, പ്രസിഡന്റ്, ചിലപ്പോൾ പ്രസിഡന്റിനെ സംബന്ധിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വീറ്റോ പവേഴ്സിനെ സംബന്ധിച്ച കാര്യങ്ങളായിരിക്കും ചോദിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോരോ പവേഴ്സുകൾ ഉണ്ടല്ലോ അത് വെച്ചിട്ടായിരിക്കും ചോദിക്കാം. അതുപോലെ വൈസ് പ്രസിഡന്റ്, ചീഫ് മിനിസ്റ്റർ, ഗവർണർ, ചിലപ്പോൾ ചീഫ് മിനിസ്റ്ററും പ്രസിഡന്റും ചാൻസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഓരോന്നിനെ കുറിച്ച് ഇപ്പോൾ പ്രിയാമ്പിളിന്റെ കുറേ ഭാഗങ്ങൾ എടുത്ത് പറയുന്നുണ്ടല്ലോ, അതിന്റെ കാര്യങ്ങൾ ചോദിക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സും DPSP നല്ലൊരു ചാൻസ് ആണ് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നല്ല ക്വസ്റ്റ്യൻസും കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ